നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേക്കുള്ള ഇപ്പോഴും നയിക്കുവാമേ. ഈശോ മിശിഹായ്ക്ക് പരസ്പര സ്തുതി കൊടുക്കാം. ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ വീടിൻ്റെ ആരുടെ വീടിൻ്റെയാണ് അടുക്കള വശത്തെ കഥകൾ അടയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങളുടെ തല്ലി പിടിച്ച് അടയ്ക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാമോ? അടുക്കള വശത്തെ കഥകൾ നമ്മൾ തള്ളി പിടിച്ചാണ് അടയ്ക്കുന്നത്. എന്താ കഥ? ഇരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഉണ്ടോ? അടുക്കള വശത്തെ കഥ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പ്രസ് ചെയ്തല്ലേ അത് പറ്റുള്ളൂ. അതാണ് ആരുടെ വീടാണ്? ആ വീട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു 20 മിനിറ്റ് മുമ്പ് ഈശോ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുത്തിൻ്റെ പെടലിയുടെ ഈ ഭാഗത്തു നിന്നൊരു വേദന വന്നാൽ ചില സമയത്ത് ഈ കൈ ഇങ്ങനെ പൊക്കത്തിൽ, അതാർക്കാണ്? ഞാനിത് രണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പാടി ആരാധിക്കുന്ന സമയത്ത് ദൈവിക സാന്നിധ്യം വ്യക്തമായ അടയാളത്തോടുകൂടെ സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു നിസ്സാര കൂട്ടായ്മയല്ല. ഇതൊരു നിസ്സാര കൂട്ടായ്മയല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല ഇതേപോലത്തെ കുടുംബങ്ങളിലെ കൂട്ടായ്മകൾക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും അഭിഷേകമുള്ളൊരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ടോമി. എൻ്റെ മുമ്പ് കോതമംഗലത്താണ് വീട്. ഒരു ഭാര്യ, 2 മക്കൾ. ഞാൻ നിങ്ങളെല്ലാം ചിരിക്കുന്നില്ല. 2 ഭാര്യമാരുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ബഹുമാനപ്പെട്ട ജോയിച്ചമ്പളകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിശയം വിചാരിച്ചൊരു കാര്യം, സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന ഒരു അഭിഷേകമാണ് ഇവിടെ നടന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ വിചാരിക്കില്ല ദീപികാരനെ എഴുന്നള്ളിച്ച് വെച്ചെങ്കിൽ അഭിഷേകം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നീ നിൽക്കുന്ന സ്ഥലം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നീ നിൽക്കുന്ന സ്ഥലം കാരണം അതിനൊരു കാരണമുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. എന്താണ്? അതിനൊരു കാരണമുണ്ട്. എന്താണ്? എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാൻ എവിടെ പോയി നിന്നാലും അവിടെ പരിശുദ്ധമാകും. നമ്മളത് വിശ്വസിക്കണം. എത്ര വലിയ കൊടിയ എന്താ പറയുക, കൂടാത്തുള്ള സ്ഥലത്ത് നമ്മൾ പോയി നിന്നാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധമാകും. കാരണം നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? 1 യോഹന്നാൻ 4:4 എന്ന് എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ 4:4. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. അപ്പോൾ ഇവിടെ കിടക്കുന്നവന് വല്ലതും ചെയ്യാൻ പറ്റുമോ? തന്നെ നമ്മൾക്കിനി എല്ലാ കാര്യത്തിലാണ് പേടിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതുണ്ടാകണം. ചില ആൾക്കാരൊക്കെ വിളിച്ചോളൂ, ബ്രദറെ ആ കൊച്ചിന് മുട്ടായിക്കകത്തൂടെ കൂടോത്രം കൊടുത്തു. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല കാര്യം. മുട്ടായിക്കകത്തൂടെ കൂടോത്രം കയറിയല്ലോ, സമാധാനം. ഞാൻ പറഞ്ഞു പോയത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാം, അപ്പോൾ ആ പ്രശ്നം വരികയും അന്നേരം ശരിയാവുമോ? അതിന് ശരിയാവില്ല. മുട്ടായിക്കകത്തൂടെ കയറിയ കൂടോത്രത്തിന് നല്ല വിശ്വാസം, പക്ഷേ പരിശുദ്ധ കുർബാനയുടെ ഈശോ വരുന്നതിന് വിശ്വാസമില്ല. എന്നിട്ട് പോവുകയാണ്. ഉള്ള ധ്യാന കേന്ദ്രം മുഴുവൻ പോകും. എല്ലാ തീരുമാനമാകുമോ? ഇല്ല. അവസാനം തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പോയി ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും കൊണ്ടേ കുറെ കാശും കൊടുത്ത് കുടുംബം തകർത്ത് കഴിയുമ്പോൾ മനസ്സിലാവും അത് അവിടെയല്ല, ഇവിടെയാണെന്നുള്ളത്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മളെപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയം. ബൈബിൾ ലേഖനത്തിൽ എന്നറിയാവോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ യേശയ്യയുടെ പുസ്തകം കൊടുത്തു. അവനത് തുറന്ന് വായിച്ചു. യേശയ്യ 61:1. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അത്
സംഭവിച്ചു. നമ്മൾ എപ്പോഴും എന്നാ പറയണം? എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സമ്മാനം എന്താണെന്നറിയാവോ? സങ്കീർത്തനം 91:10. സങ്കീർത്തനം 91:10 എന്നതാണ്. സങ്കീർത്തനം 91:10. ഒരു തിന്മയും നിനക്കെതിരെ ഭവിക്കുകയില്ല, അനർത്ഥങ്ങളൊന്നും നിന്റെ കൂടാരത്തെ. കാരണം ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ ദൈവത്തിന്റെ ആലയമായതുകൊണ്ട് ഒരു തിന്മയും നിനക്കെതിരെ ഭവിക്കുകയില്ല, അനർത്ഥങ്ങളൊന്നും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാകണം. നമ്മൾ ഈ പേടിച്ച് നടക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറയാം, നമ്മൾ നിസ്സാരം ഒരു പട്ടിയെ വഴിക്ക് കണ്ടു, ആ പട്ടി കടിക്കുമോ നമ്മൾ പേടിച്ച് പോയാൽ ഉറപ്പായിട്ടും അത് കുറച്ചോണ്ട് വന്നാൽ അതിനേക്കാൾ ശക്തിയായിട്ട് അങ്ങോട്ട് കുറച്ചാലോ? പട്ടി വിചാരിക്കട്ടെ, ഇതിനെക്കാളും വലിയ പട്ടിയാണല്ലോ ഈ നിൽക്കുന്നത് വിചാരിക്കും. പട്ടിയുടെ വഴിക്കും കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. കാരണം എന്താണെന്നറിയാവോ? ഞാൻ നിന്റെ കൂടെയുണ്ട്. യെശയ്യാ 41:13. 41:13 എന്നതാണ്. യെശയ്യാ 41:13 ഒരു കാര്യം പറയുന്നത്. യെശയ്യാ 41:13. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പല പ്രശ്നം. ഞാൻ പറയുന്നത് ഇന്നത്തെ ദേവാലയത്തിൻ്റെയൊക്കെ ദേവത്തിൽ ഏതാ വായിച്ചത് എനിക്കറിയില്ലെങ്കിലും നമ്മുടെ ഇവിടെ വായിച്ചതിന് ഒരു സുവിശേഷമുണ്ട്. എന്താണെന്നറിയാവോ? 2 പേര് ഭവനം പണിതു. ഒരാൾ ഞാൻ പണിതു, മണൽപ്പുറത്തും പണിതു, ഒരാൾ പാറപ്പുറത്തും പണിതു. കാറ്റ് വീശിയോ വീശിയില്ലയോ? 2 പേർക്കും വീശിയോ ഇല്ലയോ? പ്രാർത്ഥിച്ചവനും പ്രാർത്ഥിക്കാത്തവനും കാറ്റ് വീശി. ആണോ? പെരുമഴ പെയ്തോ? കൊടുക്കാറ്റ് ആഞ്ഞടിച്ചോ? വീട് പോയോ? ആരുടെ? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, നിന്റെ വീടിന്റെ കാര്യം പേടിക്കണ്ട, നിന്റെ വീടിനെ കാക്കാൻ. സക്കറിയ 2:5. സക്കറിയ 2:5. ഞാൻ അഗ്നി കൊണ്ട് കോട്ട കിട്ടും. സക്കറിയ 9:8. ഇതെല്ലാം അറിയുമായിട്ടും ഒരു പ്രശ്നം വരുമ്പോഴും അറിയത്തില്ല, ആദ്യത്തെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ വചനം പഠിച്ചാൽ മാത്രം പോരാ, ഞാൻ അതിൽ വിശ്വസിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യും. നമ്മളത് പ്രയോഗിക്കുകയും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇല്ല, നമുക്കൊരു രോഗപീഠ ഉണ്ടാകുമ്പോൾ മത്തായി 8:7. മത്തായി 8:7. മത്തായി 8:7. മത്തായി 8:7. മത്തായി 8:7. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. നമ്മുടെ മനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു രോഗപീഠ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്നേരെ പറയണം മത്തായി 8:7. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. കർത്താവേ, ഈ വചനം ഇപ്പോൾ എൻ്റെ മേൽ പ്രകടമാകട്ടെ എന്ന് പറയണം. നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോലെ, ഈ വചനം ഇപ്പോൾ എൻ്റെ മേൽ പ്രകടമാകട്ടെ. നമുക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞു ശരിയാവും. ഞാൻ ഇന്നലെ കുമ്പസാരിച്ചിട്ടില്ല, എന്നെ പാവം ചെയ്തത്. നമ്മുടെ പാവത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല കർത്താവ് നമ്മളെ പരിഗണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ മംഗലാകാർ മറിയുന്ന വിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെടുവോ? ആഗസ്തീനോസ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുവോ? ടോമി ഇവിടെ നിൽക്കുവോ? ഇല്ല. ഞാനിത് പറയുന്നത് കുറവുകളെ നോക്കിയിട്ടല്ല കർത്താവ് അനുഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ എവിടെ നിന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 10-ാമത്തെ വാക്യം. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 10-ാമത്തെ വാക്യം. പ്രഭാഷകൻ 31:10. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട്. അതെല്ലാവരും നേരിട്ട് പറഞ്ഞേ, അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട്. ആർക്ക്? ഇനി ബാക്കി കേൾക്കണം. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവനും, തിന്മ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാത്തവനുമാണ്. എന്താണ്? പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും, എനിക്ക് പാപം ചെയ്യാൻ, എനിക്ക് വ്യഭിചാരം ചെയ്യാൻ, മദ്യപിക്കാൻ, തോന്നിവാസം കളിക്കാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടും, എനിക്കതിനുള്ള കഴിവുണ്ടായിട്ടും ഞാനത് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ഐശ്വര്യം ആരെങ്കിലും കാണുകയില്ല എന്നുള്ളതല്ല അതിനകത്തൊരു വിഷയം. നമ്മൾ വിചാരിക്കില്ല, ആരും കണ്ടില്ല ഒരു സിഗരറ്റ് വലിക്കാം, 2 പേർക്ക് അടിക്കാം, ഒരു വ്യഭിചാരം ചെയ്യും, ആരും കണ്ടില്ലേ പ്രശ്നമില്ല.
കാണുന്നവൻ കൂടെ ഉണ്ടെന്നുള്ള ബോധവുമില്ല. പ്രൈസറോ ഏറ്റവും എല്ലാ സൂര്യനേക്കാൾ 1000 മടങ്ങ് 10,000 മടങ്ങ് കാഴ്ചയുള്ളവൻ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ. അവനിടയ്ക്ക് തോന്നി ടോമി നീ എങ്ങോട്ടാലും ചോദിക്കും. പ്രൈസറോ അല്ലേ ചെയ്യാം സ്വീട്ട് കഴിക്കാൻ പോകുമ്പോൾ ചോദിക്കല്ലേ എങ്ങോട്ടാ അതിനെപ്പം വന്നേക്കാം ആരും കാണുന്നില്ല. അല്ലേ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഐശ്വര്യം അംബാനിയുടെ ഐശ്വര്യമാണോ നിലനിൽക്കുന്നത്? ആണോ? മുഖ്യമന്ത്രിയുടെ ഐശ്വര്യമാണോ നിലനിൽക്കുന്നത്? പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഐശ്വര്യം എന്നേക്കും സ്ഥിരമാണ്, ഇന്നും നിലനിൽക്കും. അവന് പട്ടിണി ഉണ്ടാകുകയായിരുന്നോ രോഗം ഉണ്ടാകുകയായിരുന്നോ ബുദ്ധിമുട്ടുണ്ടാകുകയായിരുന്നോ അല്ല എൻ്റെ അർത്ഥം. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഏത് പ്രശ്നം വന്നാലും അവനെ അത് ബാധിക്കും. രോഗം വരികയാണ് വരട്ടെ അതിൻ്റെ വഴിക്ക് പോകും. പനി വരികയാണ് പനി വരട്ടെ പനി വന്നിട്ട് പോട്ടെ. തലവേദനയാണ് തലവേദന വന്നിച്ച് പോട്ടെ. അതിനെക്കുറിച്ച് ഞാനിതിനായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യം. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം തലവേദനയാണോ? തലവേദന വരുമ്പോൾ പറയണം കർത്താവ് ഈ തലവേദന കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞാനൊരു 11 മണിക്കൊന്ന് വീട്ടിൽ നിന്ന് 11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നല്ല അസ്വസ്ഥതയുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, ഇത് തോന്നുന്നോട് പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല, പുറകെ നിർത്തുന്ന പോകണമെന്ന് തോന്നുന്നു. ആ പോകുന്നല്ലാതെ പിന്നെ ഞാൻ എൻ്റെ തലയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതേസമയം ഞാൻ ആലോചിക്കുന്നത് അവിടെ പോയിട്ട് ഞാൻ ചെയ്യും ബസ്സിൽ കയറുമ്പോൾ തലവേദന എടുത്താലോ അവിടെ ചെല്ലുമ്പോൾ തലവേദന എടുക്കും. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാൽ എൻ്റെ തല പോകുന്നുള്ളൂ, അല്ലാതെ കർത്താവിനുള്ള നഷ്ടമുണ്ടോ? കർത്താവിന് നഷ്ടമൊന്നുമില്ല, നമുക്കാ നഷ്ടം. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് നമ്മൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു നോക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ മേത്തൊരുത്തം തൊട്ട പെൺപിള്ളേരെ പ്രത്യേകം പഠിച്ചു നോക്കണം. പെൺപിള്ളേർ പഠിച്ചു നോക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ മേത്തൊരുത്തം തൊട്ട തൊടുന്നോ ദൂരം ഈശ്വരോ അല്ലേ ചെയ്യാം. ഇതിനകത്ത് കറണ്ട് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോഴൊക്കെ ഊരിയൊക്കെ അതിനകത്തൊന്ന് കൈവെള്ളം വെച്ചാൽ അങ്ങനെ ഇരിക്കും. അതുപോലെ ഇരിക്കണം. അല്ലാതെ ഒരാൾ വന്ന് കിട്ടു കഴിയും അങ്ങോട്ട് ചേർന്ന് തിരിഞ്ഞേക്കാനല്ല. ഈശ്വരോ അല്ലേ ചെയ്യാം. അവന് മനസ്സിലാകണം ഞാൻ തൊട്ടിരിക്കുന്നത് സക്രാരിയാണ്. ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അവന്റെ മേത്തൊരുത്തം തൊടുമ്പോൾ അവന് മനസ്സിലാകണം ഞാൻ തൊട്ടത് സക്രാരിയല്ല തൊട്ടത്. അവന്റെ വിവരം അറിയണം. അവന്റെ കൈ കൊള്ളണം. മംഗലാപുരത്ത് പഠിക്കുന്ന രഞ്ജു എന്ന് പറയുന്ന മകള്, അവളൊരു നേഴ്സാണ്. ഒരു പാപസാലൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു. അതിനുശേഷം ആ കുട്ടി ഒരു തീരുമാനമെടുത്തു, എൻ്റെ കർത്താവിൻ്റെ ആലയമായി ഞാൻ ജീവിക്കും. അവൾ ആ തീരുമാനമെടുത്തു. വീണ്ടും പോയി നഴ്സിംഗ് സ്കൂളിൽ ചേർന്നു, പഠനമൊക്കെ ആരംഭിച്ചു. പക്ഷേ കൂട്ടുകാർക്ക് ആർക്കും മാറ്റം വന്നിട്ടില്ല. രഞ്ജുവിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. പഴയതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ അടുത്ത് വന്നു, വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ആൺപിള്ളേർ അവളുടെ മേത്ത് തൊട്ടപ്പം ആൺപിള്ളേർ ഓരോ ചോദിച്ചു, നിന്റെ മേത്ത് തൊടാൻ പറ്റുന്നില്ല, എന്താ കാരണം? അവൾ പറഞ്ഞു, പഴയ രഞ്ജു അല്ല പുതിയ രഞ്ജു, സൂക്ഷിച്ചു തൊടാവുള്ളൂ. പഴയ രഞ്ജു അല്ല പുതിയ രഞ്ജുവാണ്, സൂക്ഷിച്ചേ തൊടാവുള്ളൂ. കൂട്ടുകാരികൾ തമാശ കളിച്ച് അവളുടെ മേത്തോട്ടപ്പോൾ അവർ പറഞ്ഞു, രഞ്ജു നിന്റെ ശരീരത്തിൽ തൊടാൻ പറ്റുന്നില്ല. അവൾ പറഞ്ഞു, പഴയ രഞ്ജു അല്ല പുതിയ രഞ്ജുവാണ്. അവരുടെ ഉള്ളിൽ ആരുണ്ട്? ഈശോയുണ്ട്. അവളുടെ ഉള്ളിൽ ഈശോയുണ്ട്. അവൾ അവളുടെ ശരീരത്തെ സക്രാരിയാക്കി മാറ്റി. ഈശോ നമ്മുടെ ശരീരം സക്രാരിയായാൽ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണം? വിശുദ്ധമായി കൊണ്ട് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക 4:4. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. നമ്മൾ ആദ്യം പഠിച്ചൊരു ഭാഗമാണ് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ. നമ്മൾ പോകുന്ന കണ്ടാൽ ആൾക്കാർ പറയണം, ആ പോകുന്നത് സക്രാരിയാണെന്ന് പറയണം. ചുമ്മാ പറഞ്ഞാൽ പോരാ, ദൈവത്തിന് ആരാണെന്ന് പറഞ്ഞാൽ പോരാ, ആ പോകുന്നത് സക്രാരിയാണ്. സക്രാരിയെ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ പെൺപിള്ളേരൊക്കെ പോകുന്ന കണ്ടാലോ വണങ്ങോ തൊഴിക്കുവോ? നമ്മൾ ഈ ചുമ്മാ കുറെ സുവിശേഷവും അതും ഇതൊന്നും കേട്ടേച്ച് പറഞ്ഞാൽ പോരാ. നമ്മൾ ജീവിക്കുമ്പോൾ, ഞാൻ ഇന്ന് ഒരു ദിവസം കൂടെ ജീവിച്ചിട്ടുള്ളെങ്കിലും എന്നെ കണ്ടാൽ, എന്നെ കാണുമ്പോൾ പറയണം, ആ പോകുന്നത് ഒരു സക്രാരിയാണെന്ന്. ഈശോ അല്ലേ ലിയ. ഇന്നത്തെ പെൺപിള്ളേർക്ക് ബസ്സിൽ കയറിയാൽ കമ്പി പോലത്തെ കമ്പി പിടിക്കണം, ഇവിടെ പിടിക്കണം. പണ്ടൊക്കെ തുണിയൊക്കെ കീറിപ്പോയാൽ അങ്ങനെ ചെയ്യുമായിരുന്നു, തയ്ച്ചു ഉപയോഗിക്കുക. ഇപ്പോഴോ
തയ്ക്കുമ്പോഴേ കീറിയാണ് വരുന്നത്. അത് എവിടെയൊക്കെ കീറി ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന പിള്ളേർക്ക് പോലും അറിയത്തില്ല. ഫ്രണ്ടാണോ ബാക്കാണോ സൈഡാണോ ഒന്നും അറിയത്തില്ല. പേഴ്സറോ അല്ലേലിയ അല്ലേ. നേരത്തെ ഈ ബ്ലൗസിൻ്റെ കൈ ഇങ്ങനെ കയറി ഇവിടെ വരെ കൊണ്ടു കണ്ടിച്ചായിരുന്നു. അത് ഞാൻ സുഖടക്കം തീർന്നപ്പോൾ ഇപ്പോൾ കാലം അങ്ങോട്ട് കാണാൻ തുടങ്ങി. നേരത്തെ ലെഗിൻസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് കയറി എവിടെ വരെ എത്തി, മുട്ടിൻ്റെ മുകളിൽ. പേഴ്സറോ അല്ലേലിയ അല്ലേലിയ. നിന്റെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. അത് പരമപ്രധാനമാണ്. കൊല്ലത്ത് ഹോളി ക്രോസ് നേഴ്സുമാരുടെ ധ്യാനം നടക്കും. അവിടെ ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ക്ലാസ്സെല്ലാം എടുത്തു കഴിഞ്ഞേച്ച് ധ്യാനം തീർന്ന അവസാനത്തെ ദിവസം 365 ചുരിദാർ പിള്ളേർ കൊണ്ട് നിൽക്കുന്നത് കൂട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു ഇവർ എത്തി കൊടുത്തേക്കാൻ പറഞ്ഞു. നമ്മളില്ല, നമുക്ക് പാപ്പത്തോട് കൊടുക്കും. ഈ ഒരു പാപ്പത്തോളം കൊടുക്കാൻ പറ്റില്ല. ഇതിട്ടോട് പറഞ്ഞാൽ ശരീരത്തിന് എല്ലാ പാപവും കാണാം. ഈ 365 ചുരിദാറിന് ഞാനാ തീ കൊടുത്തത്. അവർ തീരുമാനമെടുത്തു, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ ലോകത്ത് എവിടെ പോയിട്ടും അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്ത് പല പ്രശ്നത്തിനെയും കാരണം എന്താണെന്നറിയാവോ? നമുക്ക് ഒരു തീരുമാനം നമുക്കുണ്ടാകണം, എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. ഇതിപ്പോഴും നമ്മൾ പറഞ്ഞ് പിള്ളേരെയും പഠിപ്പിക്കണം, കൊച്ചു പിള്ളേരെയും പഠിപ്പിച്ചു കൊടുക്കണം. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മേത്തൊരുത്തം തൊട്ടാൽ അവൻ വിവരം അറിയണം. അത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഈ അഭിഷേകം ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എന്നിട്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കണം. സക്കറിയ 9:8 ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും എന്നെ തൊടുകയില്ല. എൻ്റെ കണ്ണ് അവൻ്റെ മേലുണ്ട്. കർത്താവേ, ഈ വചനം എൻ്റെ മേൽ പ്രകടമാകട്ടെ. ഇത് പറഞ്ഞിട്ട് വേണം കൊച്ചു രാവിലെ വെളുപ്പത്തിലോട്ട് പോകാൻ. ഇത് പറഞ്ഞിട്ട് വേണം കൊച്ചു കോളേജിലോട്ട് പോകാൻ. തലയിലോട്ട് കൈ വെച്ചിട്ട് കൊച്ചു തന്നെ കൊണ്ട് പറഞ്ഞിട്ട് അമ്മയുടെ പണിയായിരിക്കും. എന്നാൽ അമ്മ അവിടെ അമ്മനെ ഞാൻ പ്രാർത്ഥിച്ചോളാം, മതി, കൈയൊന്ന് ഉയർത്തിയാൽ മതി അമ്മ അവിടെ നിന്നോണ്ട്. അല്ലാതെ അമ്മ വന്ന് തലേ കൈ വെക്കാൻ നിർബന്ധമൊന്നുമില്ല. അവൾ പറയുന്ന വചനത്തിന് പവറുണ്ട്. ലാസറെ പുറത്തു വരിക എന്ന് ഈശോ പറഞ്ഞപ്പോൾ ലാസർ വന്നോ ഇല്ലയോ? ആ വചനം തന്നെ നമ്മളും പറയുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കാത്ത എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം അല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കാത്തത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനം എടുക്കണം. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടേ പോകുള്ളൂ. എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ ആലയം. എന്നെ കണ്ടാൽ ആൾക്കാർ ഒരു മോശം വർത്തമാനം പറയുന്ന ഒരു ഡ്രസ് ഞാൻ ധരിക്കില്ല. ഒരു തീരുമാനമാണ്. ഹല്ലേലൂയ. ഒരു നല്ല വസ്ത്രം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. നന്നായിട്ട് പിള്ളേർ വസ്ത്രം ധരിച്ചു വന്നാൽ എന്ത് രസമാണ് കാണാൻ. ഇന്നലെ കോതമംഗലത്ത് ഞാൻ നിങ്ങളോട് വേറെ സംഭവങ്ങൾ അറിയില്ല. കോതമംഗലത്തെ ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ഉന്നത ഉദ്യോഗസ്ഥനാണ്. അവിടെ ചെന്നപ്പോൾ വർഗീസ് സാറിനെ കൊണ്ട് എന്നെ വീട്ടിൽ അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പിള്ളേർ കൊച്ചിനും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു, മോളെ വിളിക്കാൻ പറഞ്ഞു. മഞ്ജു എന്നാണ് കൊച്ചിൻ്റെ പേര്. മഞ്ജുവിനെ വിളിച്ചു, സാറ് വിളിച്ചു. മഞ്ജുവിൻ്റെ വരവ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒരു 10-16 വയസ്സുണ്ട് അവൾക്ക്. അവളൊന്ന് അനങ്ങിയാൽ എല്ലാം കൂടെ ഒന്നുകിൽ മോളിൽ കൂടെ പോരും, അല്ലെങ്കിൽ താഴെ കൂടെ പോരും. അത്രയേ ഉള്ളൂ ഡ്രസ്സ്. ഞാൻ പറഞ്ഞു, കൊച്ചെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒരു ഷാളെങ്കിലും എത്തിയിട്ടുണ്ടോ വരാൻ പറഞ്ഞു. അവൾ കണ്ടിട്ടെല്ലാം കുഴപ്പം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, കൊച്ചു പോയിട്ട് എന്നാൽ എൻ്റെ മമ്മിയെ വിളിക്കാൻ പറഞ്ഞു. മമ്മി പിള്ളേരുടെ പിടിയില്ല. മമ്മി ഒരു നീക്ക് വിളി. ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ പ്രത്യേകമാണ്. അപ്പം പെട്ടെന്ന് ഒരു കുതിരക്കുളമ്പടിയാണ് കട്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗീവർജിത്തിൻ്റെ വീടാണ് വിളിക്കുന്നത്. കുതിരപ്പുറത്ത് വരുന്ന ആളാരാ? ആ ഗീവർജീസ്. ഞാൻ അപ്പുറം നോക്കുകയാണ്. ഗീവർജീസ് കുതിരപ്പുറത്ത് വരികയാണ്. നോക്കുമ്പോൾ മമ്മി വരുന്നുണ്ട്, അടുക്കള അങ്ങനെ വരുന്നുണ്ട്. സെൻട്രൽ വന്നപ്പോൾ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. ഞാൻ മമ്മിയോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. കാരണം മമ്മിക്ക് 3 സ്റ്റിക്കറുകൾ. അപ്പോൾ ഞാൻ മമ്മിയോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വർഗീസ് സാറിനെ നോക്കുമ്പോൾ വർഗീസ് സാറിൻ്റെ 2 കണ്ണും നടന്നു വരികയും. അപ്പോൾ ഞാൻ സാറിനോട് സാറേ എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ തോന്നി, ഇവരെ കൊണ്ട് ഞാൻ ടൗണിൽ പോകുന്നില്ലെന്നാണ് പ്രശ്നം, ഇവരെ കൊണ്ട് സിനിമയ്ക്ക് പോകുന്നില്ലെന്നാണ് പ്രശ്നം. ഞാൻ ഇവരെ കൊണ്ട് എങ്ങനെ ഒരു ഇത്ര വസ്ത്രമേ ധരിക്കുകയുള്ളൂ. ആൾക്കാർ കണ്ടാൽ എന്നാന്നാണ് ചോദിക്കുന്നത്. നീ എന്തിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവരെ പറഞ്ഞാൽ മനസ്സിലാകുക എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് പിന്നെ പോകുന്നു. അവരെന്നെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ആ അമ്മയും മകളും പോയി. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഞാൻ വർഗീസ് സാറിനോട് പറഞ്ഞു, സാറേ സോറി, ഇതിന് തീരുമാനം കർത്താവ് 24 മണിക്കൂറിന് ഉണ്ടാക്കുന്നു. 24 മണിക്കൂറിന് ഉണ്ടാക്കിക്കോളും ഞാൻ പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ പോകുന്നത് ഒരു ദിവസം വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്നത്. പിറ്റേ ദിവസം ഒരു 4 മണിയായപ്പം വർഗീസ് സാറിനെ വിളിച്ചു വിടും. ടോമി 2 പേരും കോലഞ്ചേരി ആശുപത്രിയിലുണ്ടായിരുന്നു. ഞാൻ തിന്നാൻ പറ്റും. അതെ, അവരുടെ മേത്തൊരു കുരു പോലെ ഒരു സാധനം വരും. 6 മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പൊട്ടും. അടുത്ത ആർക്കും നിൽക്കാൻ പറ്റില്ലാത്ത രീതിയിൽ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, നീ അവിടെ വരെയെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കോലഞ്ചേരി ആശുപത്രിയിൽ 2 പഞ്ഞിക്കകത്ത് പൊങ്ങി കിടത്തിയിട്ടുണ്ട്. അത് 2 പേരും കരഞ്ഞുകൊണ്ട് കിടക്കുവാണ്.
ഞാൻ ചോദിച്ചാൽ എന്നാ ഇതുപോലെ ഒരു കറുത്ത ഒരു സാധനം വരും, അത് നമ്മൾ പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ ഭയങ്കര മണമാണ്. ഞാൻ ചോദിച്ചു തുണി വല്ലതും ഉണ്ടോ നോക്കാൻ പറ്റും? ഇല്ല, മൊത്തം മഞ്ഞിക്കാതെ കൊണ്ടിട്ട് മൊത്തം രണ്ടുപേരെ മഞ്ഞിക്കാതെ കൊണ്ടിട്ട് വസ്ത്രം ധരിപ്പിക്കാൻ പറ്റത്തില്ല അവർ. ഞാൻ അവരോട് പറഞ്ഞു, അമ്മയോടും മകളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് രണ്ടുപേരോടും പറഞ്ഞോളാൻ പറഞ്ഞു. രണ്ടുപേരും ഒരു 8 മണിക്കൂർ കൂടുതൽ അവർ പറഞ്ഞു, രണ്ടുപേരും അമ്മയും മകളും പറയാം. ഇന്ന് കോതമംഗലത്ത് അവർക്ക് 14 മണിക്കൂർ കൊണ്ട് അവരുടെ രോഗം മാറി. ഇന്ന് കോതമംഗലം ഇത്രയും മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്ന അമ്മയും മകളും. എനിക്ക് ദിവസം അറിയാം, പള്ളിയിലൊക്കെ പോകുന്നൊന്ന് കാണണം. ഞാൻ പേര് കുട്ടികളൊന്നും പറയുന്നില്ല. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. അത് ആരെ കണ്ടാലും നമ്മൾ അതേ കാണാവുള്ളൂ. ആണായാലും പെണ്ണായാലും ആരെ നമ്മൾ നോക്കിയാലും അതെന്താണ്? സക്രാരിയാണെന്നേ പറയാം. ചേച്ചിയുടെ പേരുന്നത് മേച്ചേച്ചിയെ കാണുമ്പോൾ ഒരു സക്രാരി വന്നുണ്ട് വിശ്വമിശിഹായിക്ക്. അതിനപ്പുറത്തോട്ട് നോക്കണ്ട. ചുരിദാറിന്റെ വലിപ്പം ഡ്രസ്സിന്റെ ബോർഡും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റ കാഴ്ചപ്പാടേ വരാവുള്ളൂ. ആരാണ് ആ വരുന്നത്? ഒരു സക്രാരി. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വലിയൊരു പുള്ളിയുണ്ട്. ആര്? ദാവീദ്. നിസ്സാരക്കാരനല്ല. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ വാക്കെന്താ? എൻ്റെ മനസ്സിന് ഇണങ്ങിയവൻ. എൻ്റെ മനസ്സിനിണങ്ങിയ നിസ്സാരക്കാരനൊന്നുമല്ല. എൻ്റെ മനസ്സിനിണങ്ങിയവൻ. കമ്പ്രോത്തി ഇല്ലാഞ്ഞിട്ടല്ല, ഉപകാരിമാരില്ലാഞ്ഞിട്ടല്ല, ഭാര്യമാരില്ലാഞ്ഞിട്ടല്ല, ദൈവിക പദ്ധതികൾ അറിയാത്തവനുമല്ല. ആ കൊട്ടാരത്തിൽ അന്തസ്സായിട്ട് രാജഭരണം നടത്തി വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഉലാത്താൻ ഇറങ്ങിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സർസൈസ് നടക്കാൻ ഇറങ്ങി. അവിടെ ഒരു ഉദ്യാനം, ഇവിടെ ഒരു ഉദ്യാനം. ഒന്നങ്ങോട്ട് നടന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു കുളമുണ്ട്, പൂന്തോട്ടമുണ്ട്. കുഞ്ഞുങ്ങളെ കുളിക്കുന്നുണ്ടാവില്ല. ഇങ്ങോട്ട് നടന്നു. ഇവിടെ നോക്കുമ്പോഴും അവിടെ കുളമുണ്ട്, പൂന്തോട്ടമുണ്ട്, ഒക്കെ ശരിയാണ്. അവിടെ നോക്കുമ്പോൾ ഒരു പെണ്ണോടെ കുളിക്കുന്നുണ്ട്. കുളിച്ചോട്ടം നിൽക്കും. പുള്ളി തിരിച്ചു നടന്നപ്പോൾ പുള്ളിക്ക് ഒരു സംശയം, ആ പെണ്ണത്തൊന്നും എടുക്കാതെയാണോ വിളിക്കുന്നത്? പുള്ളിക്കാരൻ്റെ നോട്ടം പാളിപ്പോയി. അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നുകൂടെ പോയി നോക്കി. എന്ത് സംഭവിച്ചു? നിസ്സാരമാണ്. എന്ത് സംഭവിച്ചു? ആ പെണ്ണെ അവൻ തട്ടിക്കൊണ്ട് വന്നു, ബലാത്സംഗം ചെയ്തു. അവളുടെ ഭർത്താവിനെ യുദ്ധമൊക്കെ കൊണ്ടുപോയി കൊന്നും കളഞ്ഞു. അതൊക്കെ ഈ പ്രമാണം മിനിറ്റ് നേരം കൊണ്ട് തെറ്റുക. ഒരു നോട്ടം വിശക്കി പോയത്. അതുകൊണ്ടാണ് ബൈബിളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി. മത്തായി 6:22. മത്തായി 6:22. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ശരിയായിരിക്കണം. ആരെ കണ്ടാലും, ആണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഉണ്ട്. ഈ നിൽക്കുന്ന ടോമിക്കുണ്ട് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം. പക്ഷേ ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടാകണം. ആ വരുന്നത് ഒരു പുറത്തോട്ട് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. അതാണാണോ പെണ്ണാണോ നോക്കണ്ട. അവരെ കാണുന്ന വിശ്വമിശിഹായിക്ക് ഒറ്റ പ്രയോഗത്തിൽ അവിടെ തീരുമാനിച്ചു. ഒറ്റ പ്രയോഗത്തിൽ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതുണ്ടാകണം, നമ്മുടെ കണ്ണ്. അതുകൊണ്ടാണ് ബൈബിൾ പണ്ഡിതരും ജ്ഞാനഗുരുക്കന്മാരും ഒക്കെ പറയുന്നതെന്നറിയോ, 70% പാപം വരുന്നത് കണ്ണുകളിലൂടെ. അവൻ്റെ നോട്ടം ശരിയായിരിക്കും, അവൻ്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെ കണ്ടാലും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ, അതുപോലെ തന്നെ മേൽച്ചേച്ചിയുടെ ശരീരവും. ഈ ബോധ്യമുണ്ടെങ്കിൽ ഈ ബലാത്സംഗങ്ങളും ഈ ഇത്രയും കുറ്റപ്പെടുകൾ നടക്കുമോ ലോകത്ത്? ഈ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നാന്നറിയാവോ, അവരെ കുറ്റപ്പെടുത്താനാണെങ്കിൽ ഈശോ പുരുഷ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കാനാണ്. ഇവ ചെയ്യുന്ന എന്തെന്ന് നമ്മളാണ് എല്ലാം പറയും. ഇവന്മാർക്ക് ഇവരെ പണി കൊടുത്തില്ലെങ്കിൽ പിതാവ് ഞാൻ ദിവസം വെച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയും. ഇവർക്ക് ഇതുപോലെ പണി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ്. നമ്മൾക്കൊരു വാക്കുണ്ടല്ലോ, എന്താണ്? നമ്മൾ നിരപരാധിയാണ്. ഞാനെന്തെങ്കിലും കാണിച്ചിട്ടാണോ ഈ കടന്ന് മുഴുവൻ സഹിക്കേണ്ടതെന്ന്? ഇവർക്കിട്ട് പണി കൊടുക്കാതെ ഒരു തരത്തിൽ ഞാനില്ല അങ്ങോട്ട്. ഈശോ അങ്ങനെയാണോ പഠിപ്പിച്ചത്? അല്ല. നമ്മുടെ മനസ്സിൽ ഈ മനോഭാവം ഉണ്ടാകണം. നമ്മളിലും ഈ ഒരു മനോഭാവം ഉണ്ടാകണം. എത്ര പേര് അപ്പാന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? 5 പേരെ കൊന്ന അപ്പാന് വേണ്ടിയിട്ട് എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ അത് വായിച്ചപ്പോൾ എല്ലാം വിചാരിച്ചു, മോണ്ടിനെയൊക്കെ ചാമ്പൂട്ടി കയറി അവനെ തലക്കെടുത്തിട്ട് ഒന്ന് കൊടുക്കണം. ആസക്തിയോടുകൂടി നോക്കുന്നവനും അപ്പൊ നമ്മൾ അവനിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തായി? കൊലപാതകരുടെ ലിസ്റ്റ് പെട്ടോ? ഇതാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ജോബി കൊലപാതകം 300. ഞാൻ പറഞ്ഞു, ഞാനും എന്നെ ചെയ്തിട്ടെന്ന് പറയും. നീ അപ്പാനെ കണ്ടപ്പോൾ നീ പറഞ്ഞില്ല അവൻ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, അപ്പാൻ നമ്മളെപ്പോലെ ഈശോയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയുള്ള മേഖലയില്ല. നമ്മൾ
ചുമ്മാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊച്ചിനെ IELTS കിട്ടണ, ജർമ്മനിക്ക് പോകണം, ഇറ്റലിക്ക് പോകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും ഇതൊന്നും വേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഇതൊക്കെ തന്നെ തരും. നിങ്ങൾ നേരത്തെ കേട്ട ഒരു വചനമുണ്ട്, മത്തായി 6:33. ആദ്യം അവിടുത്തെ നീതി അന്വേഷിച്ച് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അത് നമ്മളതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്പാനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. എന്നാ പ്രത്യേകത എന്നറിയാവോ? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി 12:3. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ആരെ കണ്ടാലും പ്രേമിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇത്രയും പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ദൈവത്തിലേതാണ്. ബാക്കി കാര്യം ദൈവത്തിലേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇന്ന് കൂട്ടായ്മ കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത കൂട്ടായ്മ എന്ന അടുത്ത മാസം അടുത്ത വെള്ളിയാഴ്ച വരുമ്പം നിങ്ങളിൽ പ്രകടമായ ഒരു അടയാളം ഉണ്ടാകാൻ തക്ക വിധത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം എന്തെങ്കിലും ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു എളുപ്പം വഴിയാൻ പറഞ്ഞത്, ഒരു എളുപ്പം, നല്ല എളുപ്പമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 14 വാക്യങ്ങൾ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 14 വാക്യങ്ങൾ. അതിൻ്റെ തൊട്ട് മനുഷ്യപുത്ര നീ പ്രവചിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആ മനുഷ്യപുത്ര നീ പ്രവചിക്കുക എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് മുകളിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിന് മുകളിൽ അതുപോലെ മനുഷ്യപുത്ര നീ പ്രവചിക്കുക എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് അപ്പുറത്തെ പറയുന്നത് ദൈവമായ കർത്താവ്. അത് തന്നെ ആ വാക്ക് പറഞ്ഞു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് മനുഷ്യൻ പറയുന്നതല്ല. നിങ്ങളത് പഠിക്കാൻ, ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം മാത്രം അങ്ങനെ എടുത്തു പറഞ്ഞത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര നീ പ്രവചിക്കുക. ബാക്കി വായിക്കും. കൈ കൊട്ടുക, സംഹാര ഖഡ്ഗം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ, അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത്. അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിബന്ധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന എന്നതാ അത് ഓർമ്മ വെച്ചോണം. ബാക്കി ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണത്. അതൊന്നുകൂടെ വായിച്ച്. സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണത്. ബാക്കി ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക. ഞാനും മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് വെട്ടുക, ഞാനും വെട്ടു എന്നാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഞാനും കൈ കൊട്ടു എന്നാണോ പറഞ്ഞത്? എന്ന് വെച്ചാൽ കൈ കൊട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? കൈ കൊട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഇല്ലേ, വാളെടുത്ത് വെട്ടുക. ക്രൈസ്തവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞ വാക്കാണ്. നീ കൈ കൊട്ടുക എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വെട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബന്ധുക്കൂസുകാർ എവിടെ നിന്നാലും കൈ കൊട്ടും. അവർക്ക് ബസ് സ്റ്റാൻഡും വിഷയമില്ല, പള്ളി പരിസരവും വിഷയമില്ല, ബസ്സിനകത്തും പ്രശ്നമില്ല. നമുക്കോ ഇവരില്ല, ചുമ്മാ അവിടെ കൈ കൊട്ടിരിക്കുകയാണ്. അവർക്കറിയാം കൈ കൊട്ടുക എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വെട്ടുക എന്ന് അർത്ഥം അറിയാം. അവർക്കറിയാം, അവർക്ക് അത് അർത്ഥം അറിയാം അവർക്ക്. നമുക്ക് നാണക്കേടും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും തകരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തകരുന്നത്. അതൊന്നുകൂടെ ഇനി വായിക്കാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നുകൂടെ ഉറക്കത്തിൽ അത് ആവർത്തിച്ച് പറഞ്ഞു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര നീ പ്രവചിക്കുക, സംഹാര ഖഡ്ഗം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ, അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത്. അവിടെ നിൽക്കട്ടെ. ആർക്ക് ചുറ്റും? ആർക്ക് ചുറ്റും? നമ്മളെ ആക്രമിക്കുന്ന തിന്മയുണ്ട്. നമ്മളെ ആക്രമിക്കുന്ന തിന്മയുണ്ട്. അത് ഒന്നും രണ്ടുമൊന്നുമല്ല. എത്ര എണ്ണം ഉണ്ടാവും? ഇനി എത്ര ചേച്ചി എത്ര പിശാചുകൾ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്?
ഒരു ഉദ്ദേശം, ഒരു ആവറേജ് അല്ല, എന്നാലും ഒരു ഉദ്ദേശം 10,000. എന്നാലും ബൈബിളിൽ ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് കുറേ എണ്ണത്തിൽ ഒരു പുറത്തോട്ട് ഇറക്കി 7 അതാരാ 7 അതിൻ്റെ അതുണ്ട്. അത് നല്ല ശക്തന്മാരുണ്ട്. ലെഗിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എത്ര പിശാചുകളെ പുറത്തോട്ട് ഇറക്കി? 2000 പന്നിക്കൂട്ടങ്ങൾ അവിടെ നെയ്യുന്നുണ്ടായിരുന്നു. കയറിയാലും അതിനകത്തോട്ട് ആണോ? അപ്പൊ എത്ര എണ്ണം ഇറങ്ങിയിട്ടുണ്ട്? 2000. ആരുടെ അടുത്തുനിന്ന് ഇറങ്ങിയതാണ്? ഒറ്റ ഒരുത്തിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയത്. ആ ലെഗിയോൻ എന്ന പേര് എങ്ങനെ ഉണ്ടായി? നമ്മുടെ ഇന്നത്തെ ലെഗിൻസ് കൊടുന്ന് വന്നതാ. ആ ലെഗിയോനിൽ നിന്ന് വന്നാണ്. ഈ ലെഗിൻസ് കൊടുന്ന് വന്ന ലെഗിയോനിൽ നിന്ന് വന്നാണ്. എന്തിയാ മദർ തെരേസ ഡ്രസ്സിന് പേരിടാഞ്ഞത്? കൊച്ചു റഷ്യൻ എന്തിയാ പേരിടാഞ്ഞത്? ലെഗിയോൻ എന്ന വാക്കിൽ നിന്നാണ് ലെഗിൻസ് ഉണ്ടായത്. അത് വിശ്വാസി അദ്ദേഹത്തോട്ട് നോക്കിയാലേ ഉള്ളൂ. കൊള്ളാലോ, നിന്റെ ബാക്കിയെല്ലാം കാണാലോ, തിരക്കേടില്ല. ഇത് ഞാൻ പറയുന്നത്, നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ ബിബ്ലിക്കിലൂടെയുള്ള അർത്ഥം നോക്കണം. അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത് എന്ന് വെച്ചാൽ നമ്മളെ ആക്രമിക്കുന്ന തിന്മയ്ക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന വാളാണ് കൈകൊട്ടുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സംഗതി ഒരു കൊഴുപ്പ് കൂട്ടാനല്ല കൈകൊട്ടുന്നത്, ഒരു രസത്തിന് വേണ്ടിയല്ല കൈകൊട്ടുന്നത്. കൈകൊട്ടുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്. ക്രിസ്ത്യാനികൾ കൈകൊട്ടുന്നതിന്, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് കൈകൊട്ടുന്ന കാര്യമല്ല ഈ പറയുന്നത്. നമ്മളൊരു പാട്ടുപാടി ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിൽക്കുന്നിടത്ത് നിന്ന് കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത്. അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിബന്ധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണത്. ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനിക്കിയതും സംഹാരത്തിനായി. എന്തിനു വേണ്ടിയിട്ടാ സംഹാരമാണോ? അല്ല, സംഹാരം എന്ന് വെച്ചാലോ കൊന്നുകളയാം. തിന്മയുടെ ആധിപത്യങ്ങളെ തകർക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ലൂക്ക 10:19 നീ പാമ്പിന്റെ മേലും തേളിന്റെ മേലും ചവിട്ടി നടക്കും, മാരകമായ എന്തു കുടിച്ചാലും നിനക്ക് ഏൽക്കുകയില്ല, ഒരു തിന്മയും നിനക്ക്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ കൂടെയാണ് ഈ ഒരു ആയുധമാണ് തന്നിരിക്കുന്നത്. സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതും ആണ് അത്. ബാക്കി ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായുതല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക എന്ന് വെച്ചാൽ ഇടതുവശത്തുനിന്നോ വലതുവശത്തുനിന്നോ മുമ്പിൽ പുറയുന്നോ നിന്നെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയെ നീ വെട്ടിട്ട് വീണില്ലെങ്കിൽ ആ തിന്മയെ ഞാൻ വെട്ടും. അങ്ങനെ ബൈബിളിലെ കൊടുത്തിരിക്കുന്നു. ദൈവം പറയാണ്, നീ വെട്ടിയിട്ട് ഒരു തിന്മ വീണില്ലെങ്കിൽ ആ തിന്മ ഞാൻ വെട്ടും. ഞാനാണ് നിന്റെ കൂടെ ഉള്ളത്, ഞാനാണ് നിന്റെ കൂടെ നിൽക്കുന്നത്, ഞാനും കൈ കൊട്ടുമെന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈ കൊട്ടുമ്പോൾ നാളെ എഴുതുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഭയങ്കര കൈകൊട്ടും പ്രാർത്ഥന അവർ വിചാരിക്കുന്നതിന് കാരണമല്ല. എന്നറിയാവോ, ഇന്ന് നല്ല കൈകൊട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം എന്നറിയാം പൂരാ ചീത്ത ചെയ്യും. അപ്പോൾ അവർ ചിരിക്കുന്നതിന് പോകുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നമ്മളൊരു തീരുമാനം എടുക്കണം. ഇത് നോയമ്പ് കാലമാണ്. ആണോ? ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഒരു കൂട്ടായ്മയിലുള്ളവരാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കണം. എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ അപ്പനോ അമ്മയോ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ തിരിച്ച് ഈ 50 ദിവസം ഒറ്റ തീരുമാനം, 50 ദിവസം ഒറ്റ തീരുമാനം ഞാൻ ദേഷ്യപ്പെടുക. 2 കൈ കൊണ്ടും കൊട്ടിയെങ്കിൽ ഒറ്റ ദിവസം. ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മളെന്താ പറയും? ഒറ്റ പ്രയോഗം. ഒറ്റ പ്രയോഗം. ചേട്ടൻ ദേഷ്യപ്പെട്ട് പറയണോ? ചേട്ടൻ എപ്പോഴും വിളിക്കുന്ന ആരെയാണ്? ഭാര്യയുടെ അപ്പനെ അമ്മയെ തല്ലോ എന്ന് ഓർമ്മയുണ്ട്. കുറ്റമാർക്കോ എല്ലാ ദിവസവും അവരെ വിളിച്ചിട്ട് വിശേഷം ചോദിക്കും. നിന്റെ അപ്പൻ നിന്റെ അമ്മ. ചേച്ചിമാരെന്ത് ചെയ്യും? ഉറക്കെ പറയില്ല, പതിൽ പറയും. നമുക്ക് ഉറക്കെ ഒപ്പം അത് മാത്രം വിഴുങ്ങി പറയും. പ്രൈസറോ? കാരണം അത് ഉറക്കെ പറഞ്ഞാൽ അടി ഉറപ്പ് ആണ്. പ്രൈസറോ? അതുകൊണ്ട് എന്ത് ചെയ്യും? അത് മാത്രം മനസ്സിൽ പറയും. ഹല്ലേലൂയ. എന്നിട്ട് ആ പോകുന്ന വഴിക്ക് കൊച്ചവിടെ നിൽപ്പുണ്ടെങ്കിൽ കൊച്ചിന് ഒറ്റ അടി കൂടെ വെച്ചു കൊടുക്കും. അടി ആർക്കിട്ടാ കൊടുത്തത്? കെട്ടുവിനിട്ടാ കൊടുത്തത്. കൊച്ചു വിചാരിക്കുന്നത് എന്തിനാ അമ്മ എന്നത് ഒറ്റ. അപ്പൊ കൊച്ചിന് കാര്യം മനസ്സിലായി. ഇനി അനങ്ങാതെ നിൽക്കുന്നിടത്ത് അടിച്ചു പോകണം. കൊച്ചിന് പുതിയ പാഠമായി. പ്രൈസറോ? കെട്ടിയതിനോട് വഴക്കുണ്ടായിട്ട് കെട്ടിയതിനെ തല്ലാൻ മേലാത്തതിന് കൊച്ചിന് കൊടുത്താന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കും. ഈ കൂട്ടായ്മയുള്ളൊരു തീരുമാനമെടുക്കും. ഞാൻ 50 ദിവസം എന്നോട് ആരെല്ലാ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഞാൻ
ദേഷ്യപ്പെടുക. ഈശ്വരോ ഹല്ലേലൂയ. ജീവിത പങ്കാളി, അത് ഭാര്യയായിട്ട് ഭർത്താവായിട്ട് ചീത്ത പറയുകയാണെങ്കിൽ നമ്മൾ എന്നാ പറയും? ഒന്നല്ല 2 പ്രാവശ്യം പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഈശ്വരോ ഹല്ലേലൂയ. പിന്നെ കെട്ടിയന്മാർ ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ കേട്ടോ, നിങ്ങൾ ആ മേശ കസേരയിലോട്ട് കയറുന്നത് ചായ വരട്ടെ. ചിലരുണ്ട് അടുക്കളയിരുന്നത് ഹോട്ടലിലെ പോലെ ചായ വരട്ടെ. അപ്പോൾ ഈ ഒരു ചായ നമ്മൾ അടുക്കളയിലോട്ട് കയറി ചെന്നിട്ട് നമ്മൾ ചായ കിട്ടുന്ന ഈയുടെ കുടിക്കടി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മാറ്റമുണ്ട്. അടുക്കള ജോലി കഞ്ഞിയും കറിയും വെക്കുക എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളൊരു ജോലിയല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ പാത്രം കഴുകുമ്പോൾ, ഇനി അടുത്ത കൂട്ടായ്മ അടുത്ത വെള്ളിയാഴ്ച പാത്രം കഴുകുമ്പോൾ തീരുമാനിക്കണം, കർത്താവ് ഞാൻ ഈ പാത്രം കഴുകും, അടുത്ത വെള്ളിയാഴ്ചത്തെ കൂട്ടായ്മയ്ക്ക് എനിക്കൊരു അഭിഷേകത്തോടൊരു സാക്ഷ്യം പറയാനൊക്കെ. ക്രൈസ്തവോ ഹല്ലേലൂയ. ഇന്നലെ വരെ പാത്രം കഴുകിയത് എങ്ങനെയായിരുന്നു? പാത്രം കഴുകും. എല്ലാ പ്രയോജനമുണ്ടോ? എല്ലാ പ്രയോജനം. ആ പാത്രത്തിൽ കഴിച്ചാൽ പിള്ളേർ നന്നാവും. ഈ തെറിയും മർദ്ദം കഴിഞ്ഞ പാത്രത്തിലല്ലേ പിള്ളേർ കഴിക്കുന്നത്. എന്നിട്ട് പറയാം ഞാൻ ഇവിടെ കിടന്ന് എല്ലാം ചാലും ഒരു പ്രയോജനം, പട്ടി കിടന്ന് തന്നെ വിളിച്ച് പട്ടിയാന്ന് പറയും. നമ്മളാരും വിളിച്ചിട്ടില്ല. പറച്ചിലോട് പറച്ചില്ല. ആ പാത്രം കഴുകുമ്പോൾ പറയണം, കർത്താവേ ഞാൻ ഈ പാത്രം കഴുകുന്ന അടുത്ത വെള്ളിയാഴ്ച എൻ്റെ കൂട്ടായ്മയ്ക്ക് ഒരു അഭിഷേകത്തോടെ പോയി ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ കിട്ടും. ആ പാത്രം അങ്ങോട്ട് കൈ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ചൂലെടുത്ത് പെരയ്ക്കാവ് അടിക്കുന്നത്. ആ പെരയ്ക്കാവ് അടിക്കുന്ന പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഈ പെരയ്ക്കാവ് അടിക്കുമ്പോൾ ഈ പെരയ്ക്കകം വൃത്തിയാകുന്നത് പോലെ തന്നെ ഈ പെരയ്ക്കകത്തോടെ നടക്കുന്നവരും വൃത്തിയാകും. ഞാൻ ഈ പെരയ്ക്കാവ് അടിച്ച് ഈ പെരയ്ക്കകത്ത് പൊടിയും ചപ്പമൊക്കെ പോകുന്നത് തന്നെ ഈ പെരയ്ക്കകത്തുള്ളവരും വൃത്തിയാകും. ആ നിയോഗം വെച്ചോണ്ടാണ് ഈ പെരയ്ക്കാവ് അടിക്കാനുള്ളത്. ആ പെരയ്ക്കാവൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം പിന്നെ എന്തായാലും കഞ്ഞിയും കറിയും വെക്കണം. സവോള എടുത്ത് വെച്ചു, ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചു, വെണ്ടയ്ക്ക എടുത്ത് വെച്ചു. എങ്ങനെയാണ് പഴയ അരിച്ചത്? അമ്മയുടെ മോന്റെയാണ് ആദ്യത്തെ മോന്ത. അപ്പോൾ ഉള്ളിക്കെട്ട് പെട്ടെന്ന് എങ്ങനെയായിരിക്കും വെട്ടുക? കാളപ്പോളം വെട്ടും. പ്രൈസറോ അല്ലേ? അമ്മായിമ്മ തല്ലാൻ പറ്റിയത് അതും ആ പരിപാടി അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു പ്രാർത്ഥനയോടെ എൻ്റെ കർത്താവെ ഞാൻ ഈ ഭക്ഷണം പാചകം ചെയ്യുക, ഞാൻ ഈ അരി കഴുകുകയാണ്, ഈ തക്കാളി അരിയാണ്, ഈ മീൻ വെട്ടുകയാണ്, ഈ പച്ചക്കറി അരിയാണ്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാകണം. ഈ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയിൽ നിന്നും സകല രോഗപീഠകളും നിർവീര്യമാകണം. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഭക്ഷണം ഉണ്ടാക്കണം. അത് കഴിഞ്ഞാണ് തുണിയിലക്കാൻ പോകുന്നത്. ആരുടെയൊക്കെ അലക്കാനുണ്ട്? കെട്ടിയൻ്റെ ഉണ്ട്, പിള്ളേരുടെ ഉണ്ട്, അമ്മായിപ്പൻ്റെ ഉണ്ട്, അമ്മായിമ്മയുടെ ഉണ്ട്, സ്വന്തം വസ്തുവും. ഇത്രയും അങ്ങോട്ട് കൂട്ടിയിട്ടൊക്കെ അലക്കാൻ പോകുന്നു. അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതൊക്കെ ഈ പെണ്ണുങ്ങളുടെ പല്ലിന് തേയ്മാനം പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? എല്ലാം ചെയ്യുമ്പോഴും ഒരു പല്ല് എടുത്തുകൊണ്ടേ ചെയ്യുള്ളൂ. ഹല്ലേലൂയ. എന്നെ നിവൃത്തിയോടുള്ള കരികടന്ന് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഒരു സാധനം കീരി വരുന്നത് വരെ കിട്ടുന്നത്. അതെന്ത് ചെയ്യും? ചവിട്ടി പിടിച്ച് വലിച്ചു ഒറ്റ കയറാം. അത് കുറച്ച് അലക്കിയാൽ മതി. ആ പരിപാടി, ആ തുണി അലക്കുമ്പോൾ നമ്മൾ സോപ്പിടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു, ആ തുണി അലക്കുമ്പം സോപ്പിടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഈ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയെ ഞാൻ സമർപ്പിക്കുന്നു. ഈ വസ്ത്രത്തിൽ നിന്നും ചെളി അഴുക്കും പോകുന്നത് പോലെ തന്നെ ഈ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയിൽ നിന്നും സകല തിന്മയും വിട്ടുപോകട്ടെ. സക്രിയ 9:8 വചനത്തിന് അധികാരം ഈ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയുടെ മേൽ പ്രകടമാകട്ടെ. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ വസ്ത്രം ഒന്ന് അലക്കിയിട്ട് ആ കൊച്ചിനെ അവർക്ക് നിരീച്ചു വിട്ടു നോക്കി ആ കൊച്ചിൻ്റെ മേൽ വൃത്തം കൈവെക്കുകയല്ല. ആ കൊച്ചിൻ്റെ മേൽ വൃത്തം കൈവച്ചാൽ അവൻ ദൂരം ഓടി. കാരണം അമ്മ പ്രാർത്ഥിച്ചൊരുക്കിയ വസ്ത്രം അവൾ ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പണി ചെയ്യുന്ന മക്കൾക്കുള്ള സമ്മാനം എന്നാണെന്നറിയാവോ? ഇങ്ങനെ ജോലി ചെയ്യുന്ന മക്കൾക്കുള്ള സമ്മാനം എന്നാണെന്നറിയോ? നിയമാവർത്തനം 28:6. നിയമാവർത്തനം 28:6 എന്നാന്ന് നോക്കി. നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും. നീ എന്നാ ചെയ്താലും അനുഗ്രഹം. നീ പാത്രം കഴിയാലും അനുഗ്രഹം, നീ തുണി അലക്കാലും അനുഗ്രഹം, കഞ്ഞിയും കറിയും വെച്ചാലും അനുഗ്രഹം, എന്നാ വരയ്ക്കാൻ പഠിച്ചാലും അനുഗ്രഹം. ആ പിള്ളേരൊക്കെ പഠിക്കുന്ന മുറിയിലോട്ട് കയറി ആ ഭിത്തിയിൽ ഒരു കുരിശൊക്കെ വരച്ചിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കൊച്ചുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞാൻ ഈ ഭിത്തിയെ മുദ്രയിടുന്നു. ആ കട്ടിൽ ഒരു കുരിശൊക്കെ വരയ്ക്കണം, എൻ്റെ കൊച്ചിരിക്കുമ്പോൾ തിന്മ എന്നെ ആക്രമിക്കരുത്. പുറപ്പാട് 33:17 എടുത്ത് വായിച്ചു നോക്ക്. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. ഏതാ ആവശ്യപ്പെട്ടത്? ആ മോശ എന്നുള്ള പേരങ്ങോട്ട് മാറ്റിട്ട് ഇനിയൊന്ന് വായിച്ചു നോക്കി.
അല്ല അതിന് മുമ്പത്തെ വായിച്ചേ. മോശയോട് പറയുന്നിടത്ത് നമുക്ക് നീയെ കയറ്റി വെക്കാം. ഏതാ ആവശ്യപ്പെട്ട കാര്യം? നീ ആവശ്യപ്പെട്ട കാര്യം എന്താ? ഞാൻ ഈ കട്ടിലെ കുരിശ് വരയ്ക്കാണ്, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിനക്ക് ഞാൻ സാധിച്ചു തരും. പറയുകയാണ് ദൈവം എന്നോട് നിങ്ങളോടും പറയുന്ന വാക്കാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യം. ഏതാ ആവശ്യപ്പെട്ടത്? നമ്മളൊരു കാര്യം ആവശ്യപ്പെടണം. എൻ്റെ കർത്താവേ, ഞാൻ ഈ പാത്രം കഴുകുന്നത്, ഞാൻ ഈ പരിക്കാവ് അടിക്കുന്നത് എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ലോകത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും പോയി അടിമപ്പെട്ട് പോയവർക്ക് വേണ്ടി, ഞാൻ ഈ തുണി ഇറക്കുന്നത്, ഈ കഞ്ഞിയും കറിയും വെക്കുന്നത്, ഈ നിയോഗം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഗതികളോടുകൊണ്ട് അല്ല ഞാൻ ചെയ്യുന്നത്. അഭിമാനത്തോടെ ഞാൻ ചെയ്യുമ്പോൾ ഒരു അഭിഷേകമുണ്ട്. ഈശോ എപ്പോഴെങ്കിലും പ്രാഗി നേർന്നോ? ഏതെങ്കിലും ഒരു അടി മേടിച്ചോ? എന്തുകൊണ്ടാണ് ഈശോ ലോകരക്ഷകനായിട്ട് തിരിച്ചു വന്നത്? ഈശോ അത് സഹിച്ചു. നമ്മൾ എന്തുകൊണ്ട് രക്ഷകനാകുന്നില്ല? എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ രക്ഷകയാകാത്തത്? നമ്മളൊക്കെ ഗതികളുണ്ട്, നിവൃത്തിയോടുണ്ട്, തെളിവുപറഞ്ഞ ചെയ്യുള്ളൂ ഒരു ജോലി. അത് മാറണം. നിങ്ങളൊരു കൂട്ടായ്മയുടെ പേരെന്നാ? വേളാങ്കണ്ണി കൂട്ടായ്മ അല്ലേ? ആ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ ആ വീട്ടോട്ടൊന്ന് ചെന്ന് നോക്കുന്ന ആൾക്കാർ പറയണം. ആ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ മിനിച്ചേച്ചിയുടെ വീട്ടോട്ടൊന്ന് ചെന്ന് നോക്കി എന്നാ സന്തോഷമെന്നറിയോ? സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, പക്ഷെ അവിടെ ഒരു സന്തോഷമുണ്ട്. എന്താ? അവിടെ എല്ലാ പ്രവൃത്തിയും അനുഗ്രഹമാണ്. അവിടെയാണ് മാറ്റം വരുന്നത്. അവിടെയാണ് നമ്മൾ മാറ്റം. അതാണ് സുവിശേഷം. ഈ മൈക്കെടുത്ത് ചിഹ്നം പറയാൻ ആർക്കാൻ പറ്റില്ലാത്തത്. ഈ മൈക്കെടുത്ത് വിളിച്ചു പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പാത്രം കഴുകാൻ പറ്റുമോ? പ്രാർത്ഥിച്ചുകൊണ്ട് തുണി അലക്കാൻ പറ്റുമോ? പ്രാർത്ഥിച്ചുകൊണ്ട് കഞ്ഞിയും കറിയും വെക്കാൻ പറ്റുമോ? അതാണ് പ്രവൃത്തി. അതാണ് സുവിശേഷം. അതാണ് മാറ്റം എന്ന് പറയുന്നത്. അതാണ് വേളാങ്കണ്ണി കൂട്ടായ്മയ്ക്ക് വേണ്ടത്. അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ ചേട്ടന്റെ പേരെന്നാ? ദേവസ്യേട്ട. എനിക്ക് ദേവസ്യേട്ട നന്നായിട്ട് അറിയാം. വേളാങ്കണ്ണി കൂട്ടായ്മയിലെ ആളാണ്. നീ എന്റെ പ്രീതി നേടിയിരിക്കും. എങ്ങനെ പ്രീതി നേടിയത്? നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അങ്ങ് ചെയ്താൽ മതി. ദൈവികമാക്കിയ നമ്മുടെ പ്രവൃത്തി ദൈവികമാക്കിയാൽ മാത്രം മതി. നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. അങ്ങനെ അല്ലേ? ആണോ? നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. എന്നാ നമ്മളെല്ലാം ചെയ്തു. ആ കഞ്ഞിയും കറിയും വെച്ചത് ഒരു നിയോഗം വെച്ചങ്ങ് ചെയ്തു. പാത്രം കഴുകിയത് ഒരു നിയോഗം വെച്ചങ്ങോട്ട് ചെയ്തു. തുണി അലക്കിയത് ഒരു നിയോഗം വെച്ചങ്ങോട്ട് ചെയ്തു. പെരയ്ക്ക പഠിച്ചത് ഒരു നിയോഗം വെച്ചങ്ങോട്ട് ചെയ്തു. എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ ആ പാത്രം കഴിയുമ്പോൾ നീ പ്രാർത്ഥിച്ചോണ്ടല്ലേ കഴിയത്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അപ്പോഴാണ് നമ്മൾ പാത്രം കഴിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ കൊച്ച് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നും കൂടാതെ അവളെ പോലുള്ള ഒരു 10,000 പിള്ളേരെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ കൊച്ചു പോയിച്ചു വരുന്നത് പോലെ തന്നെ ഒരു 10,000 പിള്ളേരും വിശുദ്ധിയോടെ തിരിച്ചു വരാൻ ഇടയാക്കണേ. അത് പറഞ്ഞുകൊണ്ട് ഈ പാത്രം കഴിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കർത്താവ് ഓർഡർ ഇടും. ഗബ്രിയേലെ, നീയുടെ കൊച്ചു പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്, അവിടെ നോട്ടുകൊണ്ട് 2 ദൂതന്മാർ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് അവൾക്ക് ചുറ്റും എന്നാ ചെയ്യണം? കാവലും നിന്നോണം. അപ്പോൾ കൊച്ചിനോട് എനിക്ക് അമ്മയെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നടക്കുകയാണ്. മുന്നാരന്മാർ വന്ന് ഒന്ന് നോക്കി. ഞാനും അമ്മരെ തിരിച്ചു നോക്കി. അമ്മമാരെ ഒന്നര കണ്ടു. അവിടെ നമ്മുടെ AK-47 ഒന്നും എടുക്കണ്ട. അവിടെ AK-47 ഒന്നും വേണ്ട. അമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അമ്മ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം അങ്ങോട്ട് വരാനുണ്ട്. അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ആ മക്കളെയൊക്കെ സമയം ഉണ്ടെങ്കിൽ അടുത്ത് വിളിച്ചിട്ട് ആ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് വേണം പോകാൻ. ഞാൻ ഇന്ന് കാര്യത്തിൽ പോവുകയാണ്, മഴ ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കടയിൽ പോവുകയാണ്. കൊച്ചിനോടെ എപ്പോഴാണ് പോകണ്ടേ? 10 മണിക്ക്. ഓക്കെ, പോകുമ്പോൾ ധൈര്യമായിട്ട് പോകുമ്പോൾ ആ നെറ്റിയിൽ ഒരു കുരിശ് വരെ അടയാളം ഇട്ട് അപ്പൻ പറഞ്ഞു വിട്ടാൽ നീ ആവശ്യപ്പെട്ട ഈ കാര്യം അവിടെ അപ്പനോട് പറയുന്നത്. പുറപ്പാട് 33:14. പുറപ്പാട് ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മൾ കുറച്ച് വചനങ്ങൾ പഠിച്ചിട്ട് നമ്മളത് മനസ്സിലത് സൂക്ഷിക്കണം. അത് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചാൽ ഇത് കയറിയിരിക്കുകയല്ല. ഞാനും അത് പറയുന്നു. നമ്മൾ വായിക്കുക എന്നുള്ളത് പരമപ്രധാനം. ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഈ വചനം കടന്നു പോകും. 1 പത്രോസ് 5:6 ശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയുടെ നിൽക്കുകയും തക്ക സമയത്ത് എന്നാ പറയണം എന്നുള്ളത് ദൈവം തന്നോളൂ. നമുക്ക് ഏത് വചനം ഈ സമയത്ത് എൻ്റെ കൊച്ചു പഠിക്കാൻ പോയിട്ടുണ്ട് എന്താ പറയേണ്ടത്? പെട്ടെന്ന് നമ്മൾ 4 ബ്രദർമാരെ വിളിക്കാനല്ല. പരിശുദ്ധാത്മാവ് എൻ്റെ കൊച്ചു പഠിക്കാൻ പോയിട്ടുണ്ട്, എനിക്ക് എന്നാ പറഞ്ഞാൽ പറഞ്ഞു. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞു തരും. യേശയ്യ 54:13 കർത്താവ് എൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ നമുക്കിത് പറഞ്ഞു കിട്ടും. നമ്മൾ വിചാരിക്കും എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കും, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ ഈ ഒരു ആലയമായി മാറിയാൽ മതി.
നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ഇന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ ആലയമാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. പിന്നെ എൻ്റെ കാര്യം നോക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയാണ്. നിങ്ങൾ കുടിയിരുത്ത പിള്ളേരെ ആലോചിക്കുക, നിങ്ങൾ അപ്പനും അമ്മയും പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ അപ്പനും അമ്മയും വല്ല കുറവും വരുത്തുമോ? ഇതുപോലെ തന്നെ അതല്ലേ ദൈവം ചോദിച്ചത്. നിങ്ങൾ പാമ്പിനെ ചോദിച്ചാൽ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇതൊക്കെ നിങ്ങൾക്കറിയാമെന്ന്. പിന്നെ നിങ്ങളെ എന്നെ ഇതുപോലെ വിളിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമോ? ദൈവം ചോദിക്കുന്ന ചോദ്യമില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം ഉണ്ടാകണം. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകും. ഞാൻ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ അംഗമാണ്. എനിക്ക് മോശമായ പ്രവൃത്തി, എനിക്ക് തെറി പറയാൻ പറ്റത്തില്ല, കള്ളു കുടിക്കാൻ, തീർത്ത് വലിക്കാൻ, ആരുടെയും കുറ്റം ഞാൻ കേൾക്കുകയില്ല. എന്ത് കാര്യമില്ല, ഞാൻ ആരുടെയും കുറ്റം പറയുകയില്ല, കേൾക്കുകയില്ല. പക്ഷെ വേളാങ്കണ്ണി കൂട്ടായ്മക്കാർക്ക് ഒരു അടയാളം ഉണ്ടാകും. നിങ്ങൾ അവരോട് സംസാരിക്കും. എൻ്റെ അടുത്ത് എത്ര പേര് കുറ്റം പറയാൻ പോകുന്നു? ഞാൻ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പുരുഷൻ്റെ വഴി ജില്ലയ്ക്കാണ് അത് കേൾക്കാൻ പറ്റും. ഈ പൊതിനടുത്ത് പറഞ്ഞാൽ ശരിയാവും, അടുക്കാൻ കേൾക്കും. ഈ കുറ്റം പറയാൻ വരുന്നതിനോട് നമ്മൾ കുട്ടാൻ നിൽക്കാം, നമുക്കൊരു കൊന്തയിച്ചിട്ട് ആ കുറ്റം ഞാൻ കേൾക്കാമെന്ന് പറയും. അന്നേരം വരെ നീ അടുക്കാൻ നിൽക്കുന്നത്. കുറ്റം പറയുന്നവനാണോ ശിക്ഷ, കുറ്റം കേൾക്കുന്നവനാണോ ശിക്ഷ? പറയുന്ന കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്നവൻ 50 അടി ആണെങ്കിൽ കേൾക്കുന്നവന് 100 അടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുറ്റം അങ്ങനെയാണെങ്കിലോ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് കുറ്റം പറയാതെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് ചുമ്മാ പറയുന്നോണ്ട് നടക്കില്ല. ചുമ്മാ കൊടുക്കണം പറഞ്ഞെടുക്കാൻ നമ്മളെ വിളിക്കുന്ന പേരെന്താ? ക്രൈസ്തവോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളൊരു കാര്യം, ആര് കുറ്റം പറയാൻ വന്നാലും അങ്ങനെ പറയും, അത് കുറ്റമല്ല കേട്ടോ എന്ന് പറച്ചിലൊക്കെ നല്ല ശൈലിയൊക്കെ ഉണ്ടാവും. ഈ പറയാൻ വരുന്നതാണ് നല്ല ലാംഗ്വേജൊക്കെ അവർ എന്നതായാലും പറയണം. നമുക്കൊരു 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അത് കേൾക്കാമെന്ന് പറയും. അപ്പോൾ നമുക്ക് തിരുത്തിരിക്കും, നന്മയാണോ തിന്മയാണോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളിലും കൂട്ടായ്മയ്ക്കൊരു വില വെച്ച് നമ്മൾ ചിന്തിക്കും. കൂട്ടായ്മ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഒരു മാർക്കറ്റിൽ ചെല്ലുമ്പോഴും ഒക്കെ നമുക്കൊരു വിലയുണ്ട്. ഞാൻ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ എന്നെ എൻ്റെ കൂട്ടുകാർ എത്ര പ്രാവശ്യം കള്ള് ഷാപ്പിൽ ഭക്ഷണം കഴിക്കാൻ പിടിച്ചിട്ടുണ്ട്. കള്ള് ഷാപ്പിൽ ഞാൻ കള്ള് ഷാപ്പിൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഞാൻ അവിടുന്ന് കപ്പയും കറിയും മാത്രമേ തിന്നിട്ടുള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കണ്ടല്ല ഷാപ്പിൽ ഇറങ്ങി വരുന്നത്. ഞാൻ ചോദിച്ച അമ്മമാരോടൊക്കെ എത്ര പ്രാവശ്യം പണങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ. ഞാൻ പറഞ്ഞാൽ ഈ കപ്പയും കറി ഞാൻ ഷാപ്പിൽ തന്നെ വരണം നിർബന്ധമുണ്ടോ? ഇല്ല. അത് നീ ഒന്ന് കൂടെ വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ല, അതെനിക്കറിയാം. ഇവരെന്നെ കൊണ്ടുപോകുന്നത് ഇവരെന്നെ ഇതാക്കാനൊന്നുമല്ല. പക്ഷേ നാളെ 4 പേര് കാണുമ്പോൾ ടോമി ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾ എൻ്റെ കാര്യമുണ്ട്. കപ്പയും കറി നിന്നാൽ പോലെ ഈ കളി ഷാപ്പിൽ തന്നെ കാരണം തിന്നോ. നമുക്കൊരു മാന്യത ഉണ്ടാകണം. വേളാങ്കണ്ണി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ അംഗമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയും ഒരു ദിവസത്തിൽ 1 മിനിറ്റെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂട്ടായ്മയ്ക്ക് ആര് നേതൃത്വം നൽകുന്നു, അതാരും ആയിക്കൊള്ളട്ടെ. കർത്താവേ, ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും ഇതിലെ അംഗങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം അവരുടെ മേൽ ഉണ്ടാകട്ടെ. മത്തായി 18:19. മത്തായി 18:19. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യം? അതന്നെ ഏത് കാര്യവും അതിനകത്ത് നിങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ ഈ പാത്രം കഴുകുന്നതും മിറ്റ പഠിക്കുന്നതും തുണിയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഈ പിന്നെ ഇവിടെ എന്താ പറയുക, മലയാളത്തിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ പോകണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നാളെ നിങ്ങൾ പറഞ്ഞാൽ ജോമിയോട് പറഞ്ഞു മലയാളത്തിൽ പോകലെന്ന് പറഞ്ഞാൽ ഇനി പോകരുത്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മലയാറ്റൂർ മല കയറുന്നതിനേക്കാളും നല്ല വലിയ വിലയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളൊരു പ്രാർത്ഥന ജോലി ചെയ്യുമ്പോൾ. ക്രൈസ്തവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ലൂക്ക 19:9. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവർക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ലൂക്ക 19:9. അതിനാ ലൂക്ക 19:9. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നത് എങ്ങനെ നിസ്സാര പാത്രം കഴിയുമ്പോൾ എടുക്കുന്ന രക്ഷ. നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, സാക്ഷ്യമായിട്ട് പറയാം, ഞാൻ പാത്രം കഴിയത് അഭിമാനത്തോടെ പാത്രം കഴിയത്, ഒരു നിയോഗം വെച്ച പാത്രം കഴിയത്, ഞാൻ നിയോഗം വെച്ച തുണി അടയ്ക്കത്, ഞാൻ നിയോഗം വെച്ച കഞ്ഞിയും കറിയും വെച്ചത്. ഒരഭിഷേകം ഉണ്ട് അവിടെ. കോഴിക്കോടിന്റെ സബ് കളക്ടറായിരുന്ന ദീനാമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ഗോതമ്പ് വാടകയില്ല താമസിക്കുന്നത്. അപ്പോൾ ദീനാമ്മ ഞാൻ കോഴിക്കോടിനെ അറിയും, അവർ കോട്ടയത്താണ് താമസിക്കുന്നത്.
ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിലെ വരുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് അതിൽ വരും, ഊണ് കഴിച്ചിട്ടേ പോകുള്ളൂ എന്നുണ്ട്. ഞാൻ ഷേർലിയമ്മോട് പറഞ്ഞു, ഷേർലിയമ്മ എടി ദിനാമ വരുന്നുണ്ട്, സബ് കളക്ടറാണ്, വീട്ടിൽ കൂടെ വന്നിട്ടേ പോകുന്നത് എന്ന് വിളിച്ച് പെട്ടെന്ന് എന്നാ കറി ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഞാനൊരു കോഴിയൊക്കെ മേടിച്ചിടാം. ഞാൻ പറഞ്ഞു വേഗം പോയി കോഴിയൊക്കെ മേടിച്ചെന്ന് വന്നു. കോഴി കറി വെച്ച് മോരും കാച്ചി പയറും തോരൻ വെച്ചു. അത്രത്തിന് സമയം കിട്ടിയത്. ഭക്ഷണം വിളമ്പിയപ്പോഴാണ് ദീനാം പറയുന്നത്, ഇത് ചോദിച്ചാൽ ഞാൻ കോഴി കൂട്ടി വരാം. പിന്നെ എന്നാ ഉണ്ട് കറി? മോര് കാച്ചതുകൊണ്ട് ഒരു പയറുമുണ്ട്. ഞാൻ അവരോട് ഇത് പറഞ്ഞിട്ട് മുട്ട ഇരിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പറ്റിയില്ല. നമ്മൾ ദീനാമ കോഴി കൂട്ടി, നിങ്ങളൊന്നും കഴിക്കണം വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വെച്ച കോഴിക്കറി ദൈവമായിട്ട് കൂട്ടിക്കോളാൻ പറയാൻ പറഞ്ഞു. ഞാൻ ചെന്ന ദീനാമയോട്, ദീനാമയെ ദൈവമായിട്ട് കോഴിക്കറി കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച് വെച്ച കോഴിക്കറി ദൈവമായിട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞു. എടാ പക്ഷേ ഞാൻ 30 കൊല്ലമായിട്ട് ഞാൻ കൂട്ടി. ഞാൻ പറഞ്ഞു അമ്മയെ ദൈവമായിട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞു. 30 കൊല്ലമായിട്ട് കോഴിക്കറി കൂട്ടാത്ത ദീനാമ്മ ഷേർലിയമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് കറി വെച്ച കറി കൂട്ടിയപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ തൊട്ടുകൊണ്ടാണ് ഈ ദീനാമ്മ താമസിച്ചിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചാലറിയാം. ആ ദീനാമ്മന് ശേഷം കോഴിക്കറി കൂട്ടാതിരുന്നിട്ടില്ലായിരുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് നമ്മുടെ വീടിനെ സ്വർഗമാക്കാൻ പറ്റും. നമുക്കത് പറ്റും. ഞാൻ പറഞ്ഞത് ഈ മൈക്കെടുത്ത് പിടിച്ച് സുവിശേഷം പറയാൻ പോകുന്നതിനേക്കാൾ എത്രയോ നന്നായി നമുക്ക് വീട്ടിലൊരു സുവിശേഷം ആകാൻ പറ്റിയത്. ജീവിത പങ്കാളി കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകരോട് പറയും. കൊച്ചുങ്ങൾ ദേഷ്യപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകരോട് പറയും. 4 പ്രാവശ്യം. ഇപ്പം നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പിള്ളേർ പറയും, അമ്മ പോയിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചത്തെ അമ്മയല്ല ഈ ആഴ്ച വന്നിരിക്കുന്നു. ഒരാഴ്ച 2 ആഴ്ച ഒക്കെ നോക്കി കഴിയുമ്പോൾ പിള്ളേർ പറയും, അമ്മയെ ഞാനും വരുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്, അപ്പന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചിനും തോന്നും ഇത് പോയ കാര്യമുണ്ട്. ഇത് പോയി വന്നിട്ട് പഴയ പോലെ വന്നിരുന്നാലും തെറിക്ക് തെറി പറഞ്ഞാൽ എനിക്ക് എന്ത് മാറ്റം വരും? അവരെന്നാ വിചാരിക്കും? നമ്മുടെ കൂട്ടായ്മ നാണം കെടുത്തുകയല്ലേ? നമ്മുടെ കൂട്ടായ്മയ്ക്കാണ് നാണക്കേട്, അമ്മയ്ക്ക് നാണക്കേടാകുകയല്ലേ? ആണോ? പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ അമ്മ പറയാൻ എൻ്റെ പൊന്നുമാനെ ഞാനും മുന്നോട്ട് വരുന്നില്ലെന്ന്. അമ്മ മകനെ കൊണ്ട് വന്നില്ലേ കാര്യത്തിന് തീരുമാനം ഉണ്ടാവില്ലല്ലോ. കേട്ടോ, ഒറ്റ വീട് വിളിച്ചാൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ അമ്മ വിളിച്ചാലേ വരും. അമ്മയ്ക്കാണെ മകനോട് ഓർഡർ ഇട്ടാൽ മതി. ഞാനായി ചെന്നിട്ട് അമ്മ എന്നാ പറഞ്ഞത്? അവൻ പറഞ്ഞു ചെന്നാൽ മതി. അമ്മ അയ്യോ പറയും എനിക്കറിയിച്ചിരുന്നു പരിചാരങ്ങളെ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ചെല്ലോളാൻ പറഞ്ഞു. ഈ അമ്മ അവിടെ നോക്കിയിട്ട് അറിയില്ല. അമ്മ ആരോടൊന്നും പറയാനും പോയില്ല. അമ്മ നേരെ അടുക്കളയിലൊക്കെ ഒരു സാധിക്കും. ഈശോ വെള്ളം ഞാൻ കൊടുത്തില്ല. ഇതുപോലെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകും. ഒറ്റ തീരുമാനം നമുക്കുണ്ടാകും. കർത്താവ് ഒരു പുത്തനൊരു അഭിഷേകം നൽകണം, ഒരു പുതിയ ചൈതന്യം നമുക്കുണ്ടാകണം. ആത്മാവിൽ തീനാളങ്ങൾ ചെയ്യണം. അത് കരങ്ങളടിച്ച് നമ്മളിപ്പോൾ ഒന്ന് പാടാൻ പോകും. കരങ്ങളടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? 2 നല്ല ഒന്നാന്തരം വാള് കയ്യിലിരിപ്പുണ്ട്. പ്ലീസറോ അതിന് മൂർച്ചയുണ്ടോ എന്നൊന്ന് നോക്കണം. അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിരിക്കുകയാണോ എന്ന് നോക്കണം. നിങ്ങൾ ആദ്യം കൈ കൊട്ടി പോലെ കൊട്ടിയാൽ പോരാ. ആ ടവലൊക്കെ കൈ വെച്ചിട്ട് കൊട്ടുന്ന പരിപാടിയില്ല. നോട്ട് ബുക്കും കൈ പിടിച്ചുകൊണ്ട് കൊട്ടുന്ന പരിപാടിയില്ല. നമ്മൾ എന്ത് ചെയ്യും? നല്ല സ്വതന്ത്രമായിട്ട് കൈയടിക്കും. പ്ലീസറോ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് നമ്മൾ ആ വാളിൻ്റെ മൂർച്ചയൊന്ന് നോക്കാൻ പോകാം. പ്ലീസറോ വാളിന് മൂർച്ചയുണ്ടോ നോക്കണ്ടേ? ഇത് വെട്ടിയാൽ വീഴുമെന്നറിയണ്ടേ? അല്ലേലിയ സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതും ആണ് അത്. പ്ലീസറോ പഴയ കാരണവന്മാരുള്ള കാലത്ത് പഴയ കാരണവന്മാരുടെ വീട്ടിലൊക്കെ എന്തൊരു കത്തിയൊക്കെ മൂർച്ച കുറഞ്ഞു പോയെന്നെയും എവിടെ കൊണ്ടുപോയി കൂട്ടും? ആ അരകല്ല്. ഇന്നത്തെ പിള്ളേരുടെ അരകല്ലും മതിയല്ലോ. അമ്മേ അതെന്നാ സാധനം? വാട്ട് ഇസ് പ്ലീസറോ പിള്ളേർ അരകല്ല് കണ്ടിട്ടില്ല. ആ അരകല്ലിലോട്ട് കൊണ്ടുപോയി ആ കത്തിയിട്ട് 2 തേക്കൊക്കെ തേച്ചിട്ട് അവരെന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് തൂത്ത് നോക്കിയിട്ട് പറയും നല്ല മൂർച്ചയുണ്ട് കൊണ്ടേ വെട്ടിക്കോളാൻ പറയും. പ്ലീസറോ അല്ലേലിയ. അതുപോലെ ഇപ്പം നമ്മളും ഒന്ന് നമ്മുടെ ആ വാളെടുത്തൊന്ന് അതിനൊന്ന് മൂർച്ച കൂട്ടി നോക്കുക. പ്ലീസറോ അതുകൊണ്ട് ബൈബിളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഒന്ന് കൈ കൂട്ടി നോക്കും. നിങ്ങൾ വാളെടുത്ത് വീശാൻ പോവുകയാണ്. വേളാങ്കണ്ണി കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കൊരു ഓർമ്മ വേണം. ആ ഭവനത്തിൽ അവർ ഒന്നിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീട് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട് കുലുങ്ങണം. ആ വീട് കുലുങ്ങിയതുപോലെ അന്ന് ആദ്യമ സഭയിൽ ഉണ്ടായ ഒരു അഭിഷേകം ഇന്നിവിടെ ഉണ്ടാകണം. താബോർ മലയിൽ വെളിപ്പെട്ട ദൈവമഹത്വം ഇന്ന് വെളിപ്പെടണം. താബോർ മലയിൽ വെളിപ്പെട്ട ദൈവമഹത്വം ഇവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ. എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ വേളാങ്കണ്ണി കൂട്ടായ്മയിലെ അംഗമാണ്. എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു.
ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയെടുത്ത് നോക്കി എത്ര ഇതുകൊണ്ടൊന്നും അവന്മാര് വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനാൽ ആ വചനം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മൂർച്ച കൂട്ടിയതാണ്. സംഹാരത്തിന് ഇടിവാൾ പോലെ തിളങ്ങാന്ന് പറയുന്ന ഇടിമിന്നൽ കണ്ടിട്ടില്ലേ? എങ്ങനെയായിരിക്കുന്നത്? കറുത്ത് പഠിച്ചാണോ ഇരിക്കുന്നത്? എങ്ങനെയാ? ഇടിവാൾ വെളുത്താണോ ഇരിക്കുന്നത്? നല്ല തീ പോലെ അല്ലേ? കൈയടിച്ച് കൈ ചൂടാവണം, കൈ ചുമന്ന് വരണം, കൈയടിച്ച്. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മുടെ കൈ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പറയല്ലേ, ഒരു തിന്മയും നിനക്കെതിരെ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക, ഞാനും കൈ കൊട്ടും, ഞാനും വെട്ടും. നിന്റെ ഇടത്തോ വലത്തോ നിനക്ക് മുൻപിൽ നിന്നോ പുറകിൽ നിന്നോ എവിടെ നിന്ന് നിന്നെ തിന്മ ആക്രമിച്ചാലും അതിനെ വെട്ടി വീഴിക്കാനുള്ള പവർ നിന്റെ കയ്യിലുണ്ട്. നീ വെട്ടിയിട്ട് ഏതെങ്കിലും ഒരു തിന്മ വീണില്ലെങ്കിൽ അതിനെ ഞാൻ വെട്ടി വീഴിക്കും. കാരണം നീ എന്റെ ആലയമാണ്, നീ എന്റെ ആലയമാണ്, നീ എന്റെ പ്രീതി നേടിയ വ്യക്തിയാണ്. നിനക്കൊരു കുറവര ഞാൻ നിനക്ക് വേണ്ടിയിട്ടാ കാൽവരിമേൽ ചങ്ക് പൊട്ടിച്ചത്, ഞാൻ വേദന സഹിച്ചത് നിനക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് നിനക്കൊരു പരാജയം ഞാൻ സമ്മതിക്കുക, നിന്നെ ഒരു തിന്മ ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കുക. ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യണം. അത് കണ്ണുകൊണ്ട് കാണാൻ പാകത്തിന് കർത്താവേ, നിന്റെ ആത്മാവിന്റെ ശക്തി ഈ ആലയത്തിൽ പറന്നിറങ്ങി ഞങ്ങൾക്ക് കാണണം. തീനാളങ്ങളുടെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കാണാം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു തിന്മയുടെ ആക്രമണം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ നിർവീര്യമാക്കും. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നത്. കൈ കൂടാതെ, കൈയടിച്ച് കൈ കൂടാതെ. ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്പല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക. ഇടത്തോട്ടും വലത്തോട്ടും കൈ മാറി മാറി അടിച്ച് കാലുകൾ കുറച്ച് മാറ്റി ചവിട്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവ് നിന്റെ മേലാകുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആദിമ
കൂട്ടായ്മയിൽ നാമിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരി നാഥനെ വാഴ്ത്തും കൂട്ടായ്മയിൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തെടുത്തു ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തെടുത്തു ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മയിൽ നിറയണമേ മർക്കോസ് 14:20 അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടി വചനത്തെ സ്ഥിരീകരിച്ച് അവരവരുടെ കൂടെ നടന്നു. കർത്താവേ, ഈ വചനം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ പ്രകടമാകട്ടെ. കൂട്ടായ്മയിൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാപിച്ചു ശ്രദ്ധിക്കട്ടെ. ആത്മീയ വർഷമാകട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. കർത്താവേ, ഈ നിമിഷം ഈ വേളാങ്കണ്ണി കൂട്ടായ്മ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പലവിധ കാരണങ്ങളിൽ ഈ കൂട്ടായ്മയിൽ വരാൻ പറ്റാത്ത മക്കളുണ്ട്. കർത്താവെ, അവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അതേ അഭിഷേകം നൽകണം. ഒരു കുറവും വരാനിടയാകരുത്. അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിക്കാനിടയാകണം. അടുത്ത വെള്ളിയാഴ്ചത്തെ കൂട്ടായ്മ ആരംഭിക്കുന്നതുവരെ കർത്താവെ, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ തിരുവനന്തപുരത്തിലേക്ക് സമർപ്പിക്കണം. കർത്താവെ, ഒരത്ഭുതകരമായ ഒരു സാക്ഷ്യം പറയാൻ തക്ക വിധത്തിൽ നിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പ്രകടമാക്കണം. അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ. സക്രിയ 9:8 വചനത്തിൻ്റെ അധികാരവും സക്രിയ 2:5 വചനത്തിൻ്റെ അധികാരവും ഞങ്ങളുടെ മേൽ പ്രകടമാകാനിടയാകട്ടെ. ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ ആവശ്യിക്കട്ടെ. അമ്മ മാതാവമ്മയുടെ നീല കാപ്പയിൽ ഈ കൂട്ടായ്മയെ പൊരുതി പിടിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവെ, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായിലെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, നിങ്ങളെല്ലാവരും ഊരുവാളുമായി ഈ കൂട്ടായ്മയ്ക്ക് ചുറ്റും കാവൽ നിൽക്കണമേ. ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള, ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സകല തിന്മയുടെ ആധിപത്യങ്ങളെയും നിർവീര്യമാക്കി നിത്യനരകാത്തിൽ കാട്ടിപ്പായിക്കണമേ. ഇന്നേ ദിവസം ലോകത്തിൽ അർപ്പിക്കപ്പെട്ട, ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല വിശുദ്ധ ബലികളെയും യോഗ്യതകളാൽ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ലോകാവസാനം വരെ നിലനിൽക്കാൻ ഇടയാകട്ടെ. ഈ കൂട്ടായ്മ ലോകാവസാനം വരെ നിലനിൽക്കാൻ ഇടയാകട്ടെ. ഈ വേളാങ്കണ്ണി കൂട്ടായ്മ ലോകാവസാനം വരെ നിലനിൽക്കാൻ ഇടയാകട്ടെ. ദൈവിക ശക്തി വ്യാപിക്കട്ടെ. ഈ കൂട്ടായ്മ തലമുറ കൈമാറി ലോകാവസാനം വരെ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കൂട്ടായ്മയുടെ സദാസമയം
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായിക്ക് ശാന്തമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കൂടെ വന്നിരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കാം അലർജി രോഗമുള്ളൂ. ഈ കൂട്ടായ്മയിലാണ് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അലർജി രോഗമുള്ളവരുണ്ടോ? അടുത്ത വെള്ളിയാഴ്ച സാക്ഷ്യം പറയാൻ കഴിയും. അടുത്ത വെള്ളിയാഴ്ച സാക്ഷ്യം പറയാൻ കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് എടുത്തു മാറ്റിയിട്ടുണ്ട്, അതൊന്ന് പ്രകടമാകണം. പേരെങ്ങനെ? ജീവൻ പ്രാർത്ഥിച്ചുള്ള എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ പറഞ്ഞേക്ക് ഒന്നിച്ച് നോക്കിയുള്ള ആ പ്രശ്നം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുന്നത് കണ്ണടച്ച് വെച്ച് ഈ കൂട്ടായ്മയിൽ എന്നാ ചോദിച്ചാലും ചെയ്യുന്നത്, എന്നാ ചോദിച്ചാൽ. ഞാൻ ഒരുപാട് കുടുംബ കൂട്ടായ്മകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും നല്ലൊരു അഭിഷേക കൂട്ടായ്മയുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങൾ ഒന്നുകൂടെ മനസ്സ് വെച്ചാൽ ചിലപ്പോൾ മരിച്ചവരെ മൂടി അർപ്പിക്കും. നിങ്ങൾ നിസ്സാരക്കാരല്ല, ചിരിക്കേണ്ട. നിങ്ങൾ ചിരിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ഒന്നും കൂടെ മനസ്സ് വെച്ചാൽ, നിങ്ങൾ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ ഈശോയുടെ നാമത്തിൽ പറഞ്ഞു നിങ്ങൾ മരിച്ചവരെ അർപ്പിക്കും. അതിനുള്ള പവർ നിങ്ങളിരിക്കുന്നുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള പവർ ഇതിനകത്തുണ്ട്, അതിനുള്ള പവർ ഇതിനകത്തുണ്ട്. ഞാനിത് പറയുന്നത് ആരും അഹങ്കാരവാക്കോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ പറഞ്ഞു, ഞാനത് പറയുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് നിങ്ങൾ വരാൻ പറ്റിയത്. അതിന് യേശുവിൻ്റെ നാമം നന്ദി പറയുന്നു. ചോദിച്ച പറഞ്ഞ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവരെയും സമർപ്പണമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പടമംഗലം സോണിൽ ഊന്നുകൾ സബ് സോണിൻ്റെ കോർഡിനേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ട് നല്ല തിരക്കുള്ളൊരു സമയമാണ്. സമയമൊക്കെ ആയതുകൊണ്ട് എന്തായിരുന്നാലും നമ്മൾ ചോദ്യം തന്നെ ആലയമാണ്. പിന്നെ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത് പുറപ്പാട് 33:17 എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് നീ ചോദിച്ച ഈ കാര്യവും നിങ്ങൾക്ക് സാധിച്ച് ആ ഉറപ്പോടെയാണോ നമ്മൾ പോകാൻ പോകുന്നത്? ആ ഉറപ്പ് കിട്ടിയോ? കോൺഫിഡൻസ് 100% കിട്ടിയോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സജി നമ്മുടെ കറുവിറ്റിയാണ്, നമ്മുടെ ദേശീയയുടെ നെറ്റുകാരനാണ്. കറുവിറ്റി നല്ല തിരക്കുള്ള ഒരു സമയമാണ്. കേന്ദ്രങ്ങളിലും പള്ളികളിലൊക്കെ എൻ്റെ പ്രോഗ്രാംസ് ശുശ്രൂഷ മനോഹരമായിട്ട് ചെയ്യുന്നു. മനോഹരമായിട്ട് ഗാന ശുശ്രൂഷ ചെയ്യുന്ന അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കുന്ന ഒരു മകനാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. രണ്ടുപേരോട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ ഒരുക്കിയ ദിവസമായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ബൈ ചാൻസ് കടന്നു വരാൻ പറ്റാത്തവർക്ക് ഒരു വലിയ നഷ്ടമായിട്ടുണ്ട് അല്ലേ? പ്രതീക്ഷിക്കാത്ത പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഗോപുരങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചേച്ചിയുണ്ട്, ഷൈനിയുണ്ട് അല്ലേ, തോമാഷുണ്ട്, അതുപോലെ നമ്മുടെ കുഞ്ഞിപ്പോഴുടെ ചേട്ടച്ചാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ഒത്തിരി പ്രതീക്ഷിക്കാത്ത മക്കൾ ഇവർ കടന്നു വന്നത് പറയും ദൈവം പ്രത്യേകമായി ആകർഷിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം അതുകൊണ്ട് വലിയ അനുഗ്രഹത്തോടെ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ടുപേർക്കും ഒത്തിരി നന്ദി. I'm
Oh,